നമസ്കാരം. ഗീതാമൃതം 3-ാം ദിനം. മോഡറേറ്റർ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, റിട്ടയർഡ് പ്രിൻസിപ്പൽ, ഗവൺമെൻറ് സംസ്കൃത കോളേജ്, തിരുവനന്തപുരം. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആചാര്യ AK.B. നായർ, കോഴിക്കോട്. വിഷയാവതരണം ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്, ശ്രീ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി. അതറിഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ആര് വന്നു? ഭഗവാൻ കൃഷ്ണൻ എന്റെ അടുത്തേക്ക് വരിക. തിരുവനന്തപുരത്ത് ഒത്തുചേർന്നു. അതിന്റെ 1-ാം ഘട്ട സമാപന, 1-ാം ഘട്ട സമർപ്പണത്തിന്. ഇനി അടുത്ത 2-ാം ഘട്ട സമർപ്പണം നിശ്ചയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി 8-ാം തീയതി, ഭീഷ്മാഷ്ടമി ദിവസം. ഇപ്പോഴവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാലത്ത് 8:30 മണി മുതൽ 100 കണക്കിന്, 100 തികയുമോ എന്നൊക്കെയായിരുന്നു ആദ്യം ഭയമെങ്കിൽ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ധാരാളം പേരവിടെ സഹസ്രനാമ ജപത്തിന് വരിക. സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കുവാനും, മൊബൈലും താക്കോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും. അത് കഴിഞ്ഞിട്ട് സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ചെന്ന് ഭഗവാനെ തൊഴാം. ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ അന്നദാനത്തിലുള്ള വ്യവസ്ഥ. ഈ സഹസ്രനാമ ജപം നടത്താൻ വരുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കണ്ടു. എല്ലാവരും ഭീഷ്മപിതാമഹരെ നമസ്കരിച്ചു. ഭീഷ്മപിതാമഹര് ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. അവിടെ പറയും, ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. പുരസ്ഥം പൂജയാമാസ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. തൻ്റെ ഉള്ളിൽ താൻ തെളിഞ്ഞു കാണുന്ന ആ ഭഗവാനെ ഭീഷ്മപിതാമഹ കിടമ്പ് തന്നെ ഒന്ന് നമസ്കരിച്ച് പൂജിച്ചു. തൃപ്തിയായി എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നെ അനുഗ്രഹിക്കാനായിട്ട് കൃഷ്ണൻ ഇവിടെ വരികയും ചെയ്തു. കാരണം എനിക്ക് കൃഷ്ണനെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. അതറിഞ്ഞുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ആര് വന്നു? ഭഗവാൻ കൃഷ്ണൻ എന്റെ അടുത്തേക്ക് വരിക. കണ്ടുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ധർമ്മപുത്രർക്ക് രാജധർമാൻ, യോഗധർമാൻ, മോക്ഷധർമാൻ, സ്ത്രീധർമാൻ എല്ലാ ധർമ്മങ്ങളും ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കെ ജന്തു കിം ജപന് ജന്മ സംസാരബന്ധനാത്മുച്യത ഋഷിഭി പരിഗീതാനി. ഋഷീശ്വരന്മാരാൽ ഗീതം ചെയ്യപ്പെട്ട ആ യുഗത്തില് യജ്ഞമാണ്, ദ്വാപരയുഗത്തില് അർച്ചനയും പൂജയുമാണ്. എന്നാൽ കലോ കേശവ കീർത്തനാത്, കലോ കേശവ കീർത്തനാത് നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം ഫലം. കലിയുഗത്തില് നമ്മള് യഥാർത്ഥത്തില് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, അല്ലേ?